ഇപ്പോഴും ഞാൻ പറയും ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷറഫ് എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ പ്രേമത്തിലെ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. ഞാൻ ഗോലിക്കപ്പുറം വേറെ ഒന്നുമില്ല, ഭയങ്കരമാണ്. അതിനകത്ത് നമ്മൾ തിയേറ്ററിൽ കൊല കുത്തിച്ചിരിക്കും, പക്ഷെ പുള്ളിക്ക് മാത്രം ചിരിയില്ല, വളരെ സീരിയസ് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതാണ്, അതൊരു നല്ല ഒരു ആക്ടറെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒത്തിരി സിനിമകൾ ജയറാമേട്ടനെ കണ്ടു വളർന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന ഒരു സിനിമ ഏതായിരിക്കും? ഒത്തിരി സിനിമകളുണ്ട്, എനിക്ക് പറയാണെങ്കിൽ ഒത്തിരി സിനിമകളുണ്ട്. ജയറാമേട്ടൻ്റെ സിനിമയാണ് ഞാൻ പറഞ്ഞുള്ളൂ എന്നെ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ. സിനിമ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ ആ മീഡിയത്തിനോട് എനിക്കൊരു സാധാരണ ഇതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്താണല്ലോ മാജിക് ഉള്ളതെന്നൊക്കെ തോന്നിപ്പിച്ച ഇന്നലെയാണ്. ആ സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് അടുപ്പിച്ച സിനിമ. ഇന്നലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ ഷറഫിൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് ചോദിച്ചുള്ളൂ, എനിക്ക് തോന്നിയിട്ടുണ്ട്, ഷറഫിന് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കഴിഞ്ഞൊരു 10, 30, 40 വർഷത്തെ സിനിമ, മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ക്ലൈമാക്സ്, ഒരു 10 സിനിമയുടെ ബെസ്റ്റ് ക്ലൈമാക്സ് സെലക്ട് ചെയ്താൽ അതിലൊന്നും ഇന്നലെ വരില്ലെന്ന് ഞാൻ ചോദിച്ചു. ഉറപ്പായിട്ടും. എന്തിനാ ചേട്ടാ 10 എടുക്കുന്നത്, 5 ആക്കാൻ നോക്കുന്നു പറയാം. അതെ, അത് ഇന്നലെ വളരെ ഫേവറേറ്റ് ആണ്. അപ്പം ആ സിനിമ. പിന്നെ ഞാനൊരു സമയത്ത് സിനിമയിലേക്ക് വന്നത് പത്മരാജൻ ഫാനാണ്, ഭയങ്കര പത്മരാജൻ ഫാനായിരുന്നു. അപ്പം ഇപ്പോഴും അതെ. പക്ഷെ ഞാൻ പറഞ്ഞത് അത് മറ്റേ ഭയങ്കരമായിട്ട് ഈ സിനിമകൾ റിപ്പീറ്റ് ഇരുന്ന് കണ്ട് ഇതിൻ്റെ CD-കൾ കണ്ടുപിടിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ആ രീതിയിൽ ആ മൂന്നാം പക്കമാണെന്നുണ്ടെങ്കിൽ അപർണാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ അഭിനയിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും ഷറഫ് പറഞ്ഞ പോലെ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് സുരേഷ് അല്ല അവളെ തിരിച്ചറിയോ ചോദിച്ചപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ മറ്റേതാണെങ്കിൽ അവളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കും. നമുക്ക് പോവാം ചോദിക്കും സുരേഷ്. അങ്ങനെ 2 പേരും കൂടി കാറിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു തീം മ്യൂസിക് തുടങ്ങും. അങ്ങനെ വന്ന കാറ് വന്ന് അവിടെ നിന്ന് സുരേഷ് വന്ന് ചായ എടുക്കാൻ പോയിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് അവളെ ഹഗ് ചെയ്ത് ആ നിമിഷം അവൾ എൻ്റെ വിട്ട് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ അവളുടെ പൊട്ടൊക്കെ എൻ്റെ മുഖത്തായിട്ടുണ്ട്. അതൊക്കെ അത് കാണുമ്പോഴേ സുരേഷ് മനസ്സിലാവും. അതെ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആള് സുരേഷിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ചാ കാറ് പോകുന്നവരുള്ളൂ. അതാണ് ഷോട്ട്, അതാണ് എൻ്റെ അല്ലേ കാർ പെട്ടെന്ന് തൊട്ടാ. അങ്ങനെ സിനിമയാണ് ഇന്നലെ. ഇനി ഒരിക്കലും എടുക്കാൻ പറ്റാത്ത സിനിമയല്ലേ, ലൈക്ക് എടുക്കുന്ന ആ സിനിമയാണ് മനസ്സിൽ കിടക്കുന്നത്. ഭയങ്കര അതുപോലെ ഇതും മൂന്നാം പക്കമാണെന്നുണ്ടെങ്കിലും. പിന്നെ എനിക്ക് ഇത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല, ഈ ധ്വനിയിൽ എന്നെ വീട്ടിൽ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ മേടിച്ച് വന്ന ചെറുപ്പത്തിൽ, എനിക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ ആദ്യം ഒരു 12-14 കാസറ്റ് വന്നതിൽ ധ്വനി വന്നിട്ടുണ്ട്. നൗഷാദിന്റെ സൗത്ത് ഇന്ത്യയിൽ ആകെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, ഒറ്റ സിനിമയെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ആ കാസറ്റ്. ആ സമയത്ത് ആ പ്രായത്തിൽ ഞാൻ അത്തരത്തിലുള്ള കുറേ ഭാഗ്യങ്ങളാണ് ആ സിനിമയിലൂടെ എനിക്ക് കിട്ടിയത്. ഒന്ന് നസീർ സാറിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത്, അതിലെ പാട്ടുകളെല്ലാം ലാസ്റ്റ് സിനിമ. പിന്നെ നൗഷാദിന്റെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന്. അതെ, കലാകാരൻ നിൻ പ്രിയേ, അത് മാറുമുടിയിൽ, മാനസനിലയിൽ, ജാനകി ജാനേ, രാമ, അതിലെത്രയോ പാട്ടുകളാണുള്ളത്. 6-7 പാട്ടുകളുണ്ട്. 6-7 പാട്ടുകൾ. അതെല്ലാം ഹിറ്റായിരുന്നു. എല്ലാ പാട്ടും ഹിറ്റായി. യൂസഫലി കേച്ചേരി സംസ്കൃതം അല്ല അതിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന സംസ്കൃതമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തെന്നൊക്കെ പറഞ്ഞാലേ എന്തിനാ വേറെ ഇതുപോലെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു എന്നെ പാടിയാണ് സ്നേഹം എന്നുള്ള സിനിമയ്ക്ക്. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സിനിമകൾ തന്ന വ്യക്തിയാണ്. അതെ, ആ ജയറാമേട്ടൻ ഇടയ്ക്ക് വെച്ച് മലയാള സിനിമയിൽ ഇല്ലാതായപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്യഭാഷയിലുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ നിന്നൊരു മാറി നിന്നപ്പം ജയറാമേട്ടൻ സ്വയം തോന്നിയില്ലേ, എന്തേ ഞാൻ മാറി, ഇല്ല എന്തെങ്കിലും ഒരു നല്ല സിനിമ എന്നെ തേടി വരുന്നുള്ളൂ എനിക്ക് ഉറപ്പായിരുന്നു. അത് ഉറപ്പാണ്, അതെനിക്ക് 100%. ജയറാമേട്ടൻ ആ സമയത്താണെങ്കിൽ അലവൈകുണ്ഠപുരം പോലത്തെ വലിയ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഭാഗമായിട്ടും നമ്മൾ കണ്ടില്ലേ, വലിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കണ്ടു. ഇപ്പൊ നമ്മൾ കാന്താര 2 പോലുള്ള സിനിമ അത്രയും ശക്തമായ കഥാപാത്രത്തെ കണ്ടില്ലേ ചേട്ടൻ. അത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രം. ഭയങ്കര ശക്തമായ കഥാപാത്രമാണ് കാന്താര 2-ല്. ഇപ്പോഴും ആശകളായിരുന്നുള്ള സിനിമ കഴിഞ്ഞ് എന്നെ തേടി അങ്ങനെ വേറെ ഒരു മലയാള സിനിമ പോലും ഇന്നേ വരെ വന്നിട്ടില്ല, ഞാനിപ്പോൾ പറയുന്നു. പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞാൽ പോകുന്നത് തമിഴ്, ഞാൻ ഉർവശിയും കൂടി ചെയ്യുന്ന സിനിമ, അത് കഴിഞ്ഞാൽ ഞാനും മാധവനും കൂടി ചെയ്യുന്ന GD എന്നുള്ള തമിഴ് സിനിമ, ധനുഷിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ബെയിൽ എന്നുള്ള കന്നഡ മൂവി ഞാനും ശിവരാജ് കുമാറും ചേർന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഫുള്ളായിട്ട് ചെയ്യുന്നത്.
തെലുങ്കിൽ നാഗചൈതന്യയുടെ കൂടെയുള്ള ഫിലിം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു നല്ല സിനിമ മലയാളത്തിൽ ഇനിയും വരും എന്നുള്ള അത് ഇങ്ങനെ കാത്തിരിപ്പാണത്. ഇനി ഒരു പ്രതീക്ഷ, നമ്മളിപ്പം കുറേ ഡയറക്ടർമാർ, പുതിയ പുതിയ ഡയറക്ടർമാർ വരുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. ഇപ്പം ഷർഫിൻ്റെ പടങ്ങളൊക്കെ പുതിയ ഡയറക്ടർമാർ വന്ന് എന്താണ് കാണിച്ചു വെച്ചാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന ഡയറക്ടർമാർ. അങ്ങനെ ഒരു പുതിയ ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് തോന്നിയൊരു കഥ കിട്ടിയാൽ എന്തായിരിക്കും? കിട്ടിയിട്ടില്ലല്ലോ, ആഗ്രഹമില്ല. ചിലപ്പോൾ പ്രൊഡ്യൂസറൊക്കെയാണ് കേട്ടോ, അതാണ് ചിലപ്പോൾ. അതെ അതെ, അതെ, അങ്ങനെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആരെങ്കിലും പുതിയ ആൾക്കാർ, പുതിയത് പരീക്ഷിക്കുന്നു. പുതിയ ഡയറക്ടർമാരുടെ കഥ കേൾക്കുന്നുണ്ട്. ജയറാമേട്ടന് പറ്റിയ കഥ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഒരു പെരുമ്പാവൂർക്കാരൻ എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കണ്ട സിനിമകളാണ്. ഇപ്പം ഈ തമിഴിലാണ് കൂടുതൽ സിനിമകൾ. നമ്മളിപ്പം ഇനി ഇറങ്ങാതിരിക്കുന്നത് തമിഴിലേക്കാണ്. തമിഴ് സിനിമകളിലേക്ക് പോകും തോറും മലയാള സിനിമയിൽ നല്ല കഥാപാത്രം തേടി വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തേടേണ്ടതായി വരില്ലേ? അല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും നമ്മളെ തേടി വരാതെ നമ്മളങ്ങോട്ട്, ഞാൻ ഇന്നേ വരെ ഒരു ഡയറക്ടറെ വിളിച്ച് എനിക്ക് എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കത് വേറെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ അത് ഇന്നേ വരെ എന്നെ ഇങ്ങനെ തേടി വരാറുണ്ട്. തീർച്ചയായിട്ടും ആശകളായിരം പോലത്തെ സിനിമ വരുന്ന എനിക്ക് ഉറപ്പ്. ഇപ്പം ഞാൻ ഈ തമിഴാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാനും ഉർവശിയും ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേർന്ന് ചെയ്യുന്നൊരു സിനിമയാണ് ഇപ്പോൾ പാണ്ഡ്യരാജ് എന്ന് പറയും, പസംഗ പാണ്ഡ്യരാജ്. ഇപ്പോൾ അവിടുത്തെ കറണ്ടിലെ നമ്പർ 1 ഡയറക്ടറാണ്. ഷൂട്ട് കഴിഞ്ഞില്ല അതിൻ്റെ ഇനിയിപ്പോൾ ഒരു ഷെഡ്യൂളും കൂടി. മറ്റേ സിനിമ കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷമായി. കുസുമ 20 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഭാഗ്യരാജിന്റെ ഒരു പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുത്തിരുന്നു. അതെ അതെ, ഞാനുണ്ടായിരുന്നു. ഉർവശി അത് വലിയൊരു പരിപാടിയാണ്. നമ്മളതിൻ്റെ ഇന്നലെയൊക്കെ കുറെ കട്ടിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉർവശി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളതിലും 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, 5ആണോ എനിക്കറിയില്ല, എല്ലാം ജയറാമിൻ്റെ കൂടെ അഭിനയിച്ച സിനിമകളാണ്. തലയണ മന്ത്രം, മഴവിൽ കാവടി, പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഈ സിനിമ, എല്ലാം ഒരുപാട് സിനിമകൾ. കടിഞ്ഞൂൽ കല്യാണത്തിലൊക്കെ എന്താ ക്യാരക്ടർ, ഒരു ട്രങ്ക് പെട്ടിയായിട്ടില്ല എൻ്റെ വീട്ടിലെ കല്യാണ സമയത്ത് മുഴുവൻ പെട്ടി താഴെ വയ്ക്കില്ല. എനിക്ക് എന്താണ് പെട്ടിക്കകത്ത് എന്തോ ഇതിനകത്താണ് ഫുള്ളിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞാണ് ഫസ്റ്റ് നൈറ്റ് ഇപ്പോൾ തുറന്നിട്ട് ഇതാണ് ഞാൻ ആദ്യം തേച്ച ബ്രഷ്, ഇത് ഞാൻ ആദ്യം മാവിൽ കല്ലെറിഞ്ഞാൽ അപ്പോൾ മനസ്സിലായി വട്ടാന്നുള്ളത്. എത്രയോ ജോഡികളാണല്ലേ ഒത്തിരി ഫീമെയിലുമായിട്ട് അഭിനയിച്ചു. എന്നും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ട നായികമാരാണ്. എങ്കിലും ഞാൻ ശ്രീചേട്ടൻ മരിക്കണം, നമുക്ക് ഇൻ്റർവ്യൂ ശ്രീചേട്ടൻ ചോദിക്കുമ്പോൾ ഏതാണ് ശ്രീചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു നടി എന്ന് ചോദിക്കുമ്പോൾ ഉർവശി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉർവശിയുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് ജീവനുള്ള നടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയില്ല, ഞാൻ എത്ര എനിക്ക് ജയറാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, കൂടെ അഭിനയിച്ച ശോഭനയുടെ കൂടെ എത്രയോ സിനിമ ചെയ്തിട്ടുണ്ട്, എത്ര നായികമാർ എത്രയോ പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഈ ഉർവശിയായിട്ട് വരുമ്പോൾ വേറൊന്നുമില്ല, ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ തമിഴ് പടമാണെങ്കിലും ഒരു സീനിലിങ്ങനെ വന്ന് ഞാൻ സംസാരിച്ചിങ്ങനെ വന്ന് അങ്ങനെ വന്ന് ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഉർവശി പറയുന്നത് വലിയ മണ്ടത്തരമാണ്. ആ സമയത്ത് അവിടെ എഴുന്നള്ളിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ റെഡി, ഷോട്ട് റെഡി, ഞാൻ നോക്കും, അത് റെഡി. ഞാൻ പറഞ്ഞത് ഉർവശിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താന്നുള്ളത്. ഇങ്ങനെ വന്ന് ക്യാമറ ഇവിടെ വരുമ്പോൾ ആ മണ്ടത്തരം വിളിച്ചു പറയും. ഞാൻ ഇവിടെ നോക്കും, ആ ഒരു സാധനം ഡയറക്ടറിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ചിരി അത് പെട്ടെന്ന് കൺവേ. അപ്പം ഡയറക്ടർ എൻ്റെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഒരുപാട് വർഷം ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ ആവും. ഞാൻ പറഞ്ഞാൽ പെട്ടെന്നത് കൺവേ ആവും ഉർവശിക്ക്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.